ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇൻട്രോ തന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയുടെ വേസ്റ്റ്, അതായത് മുട്ടത്തോട് അതുകൊണ്ട് നമുക്കൊരു മെഴുകുതിരി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. പലരും വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. മെഴുകുതിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് 5 മുട്ടയാണ്. അപ്പം നമ്മൾ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറുങ്ങ് പൊട്ടിക്കാൻ പാടുള്ളൂ, പൊട്ടിപ്പോയത് ശ്രദ്ധിച്ച് പൊട്ടിക്കണം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ പൊട്ടിക്കാൻ ശ്രമിക്കുക. അതായത് അതിൻ്റെ തോല് പുറത്ത് ഉണ്ടാകരുത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുക. 4 5 എത്രയാണോ നിങ്ങളുടെ ഇഷ്ടം, എത്ര മെഴുകുതിരിയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ മുട്ട അതിൻ്റെ ഉള്ളത്തെ കളയുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനോട് ആംപ്ലേറ്റോ അതുപോലെ തന്നെ മുട്ടനോട് കേക്കോ എന്തെങ്കിലും ഉണ്ടാക്കാം. എന്നിട്ട് ആ മുട്ടയുടെ ആ ഉള്ളിലേത്തത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം ആ മുട്ടത്തോടാണ്, മുട്ടയുടെ വേസ്റ്റായ ആ മുട്ടത്തോടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതെടുത്തിട്ട് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേത്തൊക്കെ ഒന്ന് ഉള്ളിലേത്തെ വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കി കളയണം. നല്ല രീതിയിൽ കഴുകി കളയുക. 1 2 നിങ്ങളുടെ എത്ര ആക്കാൻ കഴിയുമോ, മിനിമം 2 ആക്കണം. അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് പോവാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് മുട്ട നിൽക്കില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിലത്തുനിന്ന് എടുക്കുകയാണ്. വീഡിയോ അധികം എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഉള്ളിൽ പൊട്ടാതെ തന്നെ ഒരു ഹോൾ ഇടുക എന്നതാണ്. ഒരു ഹോൾ ഇടുക. നല്ല രീതിയിൽ ഹോൾ ഇടുക. അങ്ങനെ എല്ലാം ഹോൾ ഇടുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഈ ദീപം അതൊക്കെ കത്തിക്കുന്ന ഒരു തിരിയാണ്. അതിന് ഈ ഒരു സെറ്റിന് 1 രൂപ വരെ വിലയുള്ളൂ. അപ്പോൾ അതോ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും നൂലോ വെച്ച് അതിലേക്ക് ഉള്ളിലേക്ക് കയറ്റുക. അങ്ങനെ നമ്മൾ എല്ലാം തിരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യം കുറച്ച് ക്ലേ ആണ്. ക്ലേ അല്ലെങ്കിൽ MCയിൽ ക്ലേ അത്ര സേഫാണെന്ന് തോന്നുന്നില്ല. MCയിൽ ഒട്ടിച്ചാലും മതി. എന്തെങ്കിലും അവിടുത്തെ ആ ഓട്ടം നടക്കാനാണ്. ഓട്ടം നന്നായിട്ട് ഒന്ന് അടക്കുക. ഇപ്പോൾ ഞാൻ ഓരോ കളർ വെച്ചാണ് അടക്കുന്നത്. അതിനനുസരിച്ച് ഓരോ കളർ എടുത്തിട്ടുണ്ട്. ക്രയോണ് നമുക്ക് ആ മെഴുകുതിരി കിട്ടാൻ വേണ്ടി ആ ഒരു കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി അരിഞ്ഞു കൊടുക്കുക. അരിഞ്ഞ് ചെത്തി നല്ല നൈസായിട്ട് ഇതാക്കുക. അത് മെഴുക് അതിലേക്ക് പാരുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടണം. ആ ഒരു രൂപത്തിൽ ആക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കളറും ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ മെഴുകാണ്. മെഴുക് നന്നായിട്ട് ചെറുങ്ങനെ അരിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടാൽ മതി. അപ്പോൾ ഒരു 2-3 അരിയിൽ അരിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ നൂല് ഉരുക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ചെറിയ നൂലായിരിക്കും. അപ്പോൾ വലുതാക്കി തന്നെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് എടുക്കാം. അതിനിപ്പോൾ അടിയിലേക്കാണ് പോകുന്നത്. സ്റ്റൗ മേലാണ് ഞാൻ ഒരുക്കാൻ പോകുന്നത്.
അപ്പോൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പൊട്ടിച്ച് വെച്ച ആ ചട്ടി അതിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിൻ്റെ ആ നൂല് ഉള്ളത്തെ നൂലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ഓരോ കളറിലേക്കും ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പച്ചയാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് പാരുമ്പോൾ തന്നെ ആ ഒരു കളറിലേക്ക് എത്തും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മുട്ടയുടെ ആ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒലിച്ചിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുത്തതാണ്. ഇനി നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ മേലെയുള്ള ആ തോടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഉണക്കാൻ വെച്ചാൽ നന്നായിരിക്കും. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നാണ്. കത്തിച്ച് നോക്കുക. അപ്പോൾ ഇത് ആരും പിടിക്കുന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു വീട്ടിലുള്ള സ്കുടിമ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അതാണ് മെഴുകുതിരി കിട്ടാഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കത്തിച്ചതിന് ശേഷം കാണിച്ചതാണ്. ഇത് ഫുള്ള് കത്തിച്ചത് മേലോട്ട് വെച്ചാണ്ടായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 4 കത്തിച്ചു. 1 കത്താനുണ്ട്. അത് നമുക്ക് അതിൻ്റെ എടുത്ത് പോയി കത്തിക്കാം. അല്ലാതെ വണ്ടി വെച്ചാൽ കറക്റ്റായി ഇതിൻ്റെ ഷോട്ട് കിട്ടില്ല. വണ്ടി മേലെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഓറഞ്ച് കത്തിക്കാനുണ്ട്. അതുകൂടി കത്തിച്ചാൽ നമ്മളെ ക്യാൻഡിൽ ഫുള്ള് റെഡി. മുട്ടത്തോട് ക്യാൻഡിൽ. അപ്പോൾ അത് ഫുള്ള് റെഡി. ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. മറ്റേ കൈ കൊണ്ടാകുമ്പോൾ ആ കത്തിക്കുന്ന ഷോട്ട് കിട്ടിയില്ല. ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതും കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആകുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുകൾക്കായി നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. പിന്നെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ഉണ്ടാക്കുമ്പോൾ കൈയൊക്കെ പൊള്ളാതെ നോക്കണം. ഈ കത്തിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.